അത് നാളെ നരേന്ദ്രമോദി ഇപ്പോൾ ലഞ്ചിനാണ് വിളിച്ചത്, ഈവനിങ് ഡിന്നറിന്. മിസ്റ്റർ മുകേഷ്, ഐ അപ്രീഷിയേറ്റ് യുവർ ടാലന്റ് ഇൻ ഫിലിം, പ്ലീസ് കം, ആവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ പോയി ഡിന്നർ കഴിക്കും? ഒരുപാട് അതിനെപ്പറ്റി മനസ്സിലാക്കും. പ്രധാനമന്ത്രി വിളിക്കുകയാണെങ്കിൽ അതിനകത്ത് വേറെ ദുരുദ്ദേശമൊന്നും ഇല്ല എങ്കിൽ പോകുന്നതിന് എന്താ കുഴപ്പം? തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാർ നിങ്ങളെ വിളിച്ചോ? ഞങ്ങളെ വിളിച്ചില്ല, എന്നെ മാത്രം വിളിച്ചു, നമ്മൾ അന്വേഷിക്കും. അല്ല, പക്ഷേ മുകേഷിനോട് താല്പര്യമുള്ളൂ. മുകേഷ് അവിടെ ചെല്ലുന്നു, ഇപ്പോൾ പാർലമെന്റിൽ എത്തുന്ന സമയത്ത് അദ്ദേഹം പ്രധാനമന്ത്രി ആവുകയാണെങ്കിൽ, ഹൈപ്പോത്തറ്റിക്കല ആവുകയാണെങ്കിൽ സ്വാഭാവികമായും ഒരു കലാകാരൻ എന്നതിൽ അദ്ദേഹവും താങ്കളെ കുറിച്ച് പഠിക്കുമല്ലോ. അപ്പോൾ മുകേഷിനെ പോലെ ഇത്രയും ഒരു വെഴ്സറ്റൈലായ ഒരു ജീനിയസ് ആണ്, ഒരു ആക്ടർ എന്ന രീതിയിൽ. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് നല്ല കരിക്കും വെള്ളം വന്നു വിടൂ, അപ്പോൾ ഇതാണ് കരിക്കും വെള്ളം, അപ്പോൾ വിളിച്ചിട്ട് പറയുകയാണ് നമുക്കെന്നാ ഒരുമിച്ചൊരു ഡിന്നർ ആവാം എന്ന് പറയുന്ന ഘട്ടത്തിൽ താങ്കളുടെ ടാലന്റിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് വിളിച്ചാൽ താങ്കൾ പോകും, രാഷ്ട്രീയമല്ലെങ്കിൽ? അല്ല, ഇപ്പം നമ്മൾ ഈ സ്വപ്ന സാമ്രാജ്യത്തിൽ എന്തിനാണ് അർദ്ധ സാമ്രാജ്യം? തോളി കൂടെ കൈയിട്ടിട്ട്, മുകേഷ് നിങ്ങളുടെ ആക്ടിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നിങ്ങൾ ഇവിടെ പാർലമെന്റിൽ വരാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു, നമുക്കൊന്ന് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞൂടെ? അങ്ങനെയാണെങ്കിൽ പോകും. കലാകാരൻ എന്ന നിലയിലുള്ള അത് നമ്മൾ നോ എന്ന് പറയണ്ട. പക്ഷെ അതിനകത്ത് രാഷ്ട്രീയം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കും. തിരിച്ചു പറയുന്നു, തിരിച്ചു പോകുന്ന സമയത്ത് ഒരു ബ്രീഫ് കേസും കൂടി ഇരിപ്പുണ്ട്, 25-30 കോടി രൂപയുണ്ട്. അത് താങ്കൾക്ക് വേണമെങ്കിൽ നമ്മുടെ പാർട്ടിയിലേക്ക് വരാനുള്ള പ്രലോഭനമാണ് എന്നൊരു സൂചന നൽകിയാലോ? അതിന്റെ അപ്പുറത്ത് ഇഡി ഉണ്ടോ? അത് കഴിഞ്ഞ രണ്ടാമതാണ് ഇഡി. താങ്കൾ 25 കോടി നിരസിച്ചു കഴിഞ്ഞാൽ പറയും ഇഡിയുടെ വരവിനൊരു സാധ്യതയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ഭയക്കുമോ താങ്കൾ? അങ്ങനെ നികുതി റിട്ടേൺസ് ഒക്കെ പക്കയാണ്? അത് വാങ്ങത്തില്ല. നികുതി റിട്ടേൺസ് ഒക്കെ പക്കയാണോ? എല്ലാം പക്കയാണ്. ആണോ? അത് എന്ന് മുതലേ പക്കയാണ്. ആണ്. അപ്പൊ ഇനി ഇഡിയെ താങ്കൾ ഭയക്കുന്നില്ല? ഭയക്കേണ്ട ആവശ്യമില്ല. പിന്നെ പറയാനൊക്കത്തില്ല, അവസാനം പറഞ്ഞാൽ മതിയല്ലോ. മുകേഷ് അല്ല, മുകേഷ് കുമാർ ആയിരുന്നു, ഞങ്ങൾക്ക് തെറ്റുപറ്റിയതായിരുന്നു പറഞ്ഞിട്ട് 5 കൊല്ലമായിട്ട് വലിച്ചഴിച്ചിട്ട് അവസാനം പറയാമല്ലോ. അതിനെ ഭയക്കുന്നുണ്ടോ താങ്കൾ? പാർലമെന്റിൽ എത്തിയാൽ സ്വാഭാവികമായും അടുത്ത തവണ BJP ഒരു വരവ് വന്നാൽ താങ്കൾക്ക് ഇടപെടേണ്ടി വരുന്ന സാഹചര്യങ്ങളുടെ എണ്ണം കൂടും. അങ്ങനെ ധൈര്യപൂർവ്വം നിലപാടെടുക്കുമ്പോൾ ഇഡിക്കുള്ള സൂചനയും ഉണ്ടാവും. അപ്പോൾ അതിൽ എപ്പോഴെങ്കിലും ടെൻഷൻ ഉണ്ടോ താങ്കൾക്ക്? അല്ല, ഒരു ടെൻഷനും ഇല്ല. കാര്യം എനിക്ക് ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഓഡിറ്ററെ ഇപ്പോഴൊന്നുമല്ല, വർഷങ്ങളായിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കുകയാണ്. നമ്മളത് അടച്ചില്ലല്ലോ, എന്നെ കുരുക്കരുത് കേട്ടോ, എനിക്കിതൊന്നും തൂങ്ങാൻ പറ്റത്തില്ല, എനിക്ക് അഭിനയവും ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്. സോറി സാർ, ഞാൻ ഇന്ന് തന്നെ അതാണ് എൻ്റെ ശീലം. അപ്പൊ പിന്നെ അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമേ. ഒരു രൂപ പോലും ആ രീതിയിൽ കണക്കിൽപ്പെടാത്തതായിട്ട് മുകേഷിനില്ല? ഇല്ല, അതിനു വേണ്ടിയുള്ള കാശൊന്നും ഇല്ലെന്ന്, ഇവരൊന്നും പൈസ തരുന്നില്ല, എല്ലാം ചെക്കൊക്കെ ബൗൺസ് ആയി എത്രയോ കാലം. ഇപ്പോഴൊക്കെയാണ് അത്യാവശ്യം കാശും കാര്യങ്ങളൊക്കെ തരുന്നത്. അതൊക്കെ ചെലവാക്കാനേ ഉള്ളൂ.